അച്ഛാ പെന്തിക്കോസുകാരനാണോ? സ്നാനപ്പെട്ടാണോ? പക്ഷെ വെള്ളം അടിക്കുവോ? വെള്ളം അടിക്കും. ഏത് പെന്തിക്കോസ് പള്ളി പോന്ന ഒരു ആത്മഹത്യയുടെ സ്പിരിറ്റ് കുഞ്ഞിന്റെ മണ്ടയ്ക്ക് കിടക്കുക. എനിക്ക് കാണാൻ പറ്റുന്ന പോലെ കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ ആരാധന ദൈവം അഴിച്ചു കളയാൻ പോവാ. അച്ഛാ പെന്തിക്കോസുകാരനാണോ? സ്നാനപ്പെട്ടാണോ? പക്ഷെ വെള്ളം അടിക്കുവോ? വെള്ളം അടിക്കും. ഏത് പെന്തിക്കോസ് പള്ളി പോന്ന? ചർച്ച് ഓഫ് ഗോഡ്. വെള്ളം അടി നിർത്തുവോ? നിർത്തണമെന്നുണ്ട്, പറ്റുന്നില്ല. നിങ്ങളുടെ അകത്ത് മദ്യത്തിൽ കൈവശം കിടക്കുക. കർത്താവ് എന്നോട് പറഞ്ഞ് ഇന്ന് രാവിലത്തെ പ്രാർത്ഥന ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവാ. അപ്പച്ചാ ഈ അച്ഛൻ അടുത്തോട്ട് വന്ന് നിന്ന് എല്ലാരും ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹടകന ഹടൽ പ്രഭനി ആന്തര ഇവിടെ നോടാ, നീ കണ്ടോ ഇത്? എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോ, യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. ഇന്ന് അച്ഛാ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഇതൊക്കെ നിർത്തണമെന്ന്, പറ്റുന്നില്ല. സത്യം. ലാസ്റ്റ് കുടിച്ചപ്പോഴാ? ഇന്ന് രാവിലെ കുടിച്ചോ? ഇന്നലെ. എന്നോട് യേശു പറയുക, ആ മദ്യത്തിന്റെ ഹാങ് ഓവർ കിടപ്പുണ്ട് മണ്ടയ്ക്ക്, ഇനി വേണ്ട, ഞാനിപ്പോ പ്രാർത്ഥിക്കാൻ പോവാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. വീട് വെച്ചില്ലേ? വീട് വെച്ചൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. വീട് വെക്കത്തില്ലായിരുന്നു. അപ്പനും അമ്മയും ജീവിച്ചിരിപ്പില്ലയോ? ഉണ്ട്. അവർക്കൊരു ആഗ്രഹമുണ്ട്. എന്തുവെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് മോൻ കുടിയില്ലാതൊന്ന് ജീവിച്ചു കാണണം. ആ ഒരു പോരാട്ട മോടമേ കയറി കിടക്കുന്നേ. അവള് പഠിക്കല്ല, അവള് ജീവിക്കല്ല, അവള് രക്ഷപ്പെടരുത്. ആ സാധനമേ കുഞ്ഞിന്റെ മണ്ടയ്ക്ക് കിടക്കുക. എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാള് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ആധാരം ഒന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ അധികാരത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ശകലഘടകസിയ. നിനക്ക് പഠിച്ചിട്ട് പഠിക്കാൻ പറ്റുകയില്ല, നിന്നെ പഠിക്കാൻ വിടുകയില്ല, ഇല്ല നിന്നെ ജീവിക്കാൻ വിടുകയില്ല. മൈക്ക് കൊടുത്തോ, ഞാൻ പറഞ്ഞോടാം. നിങ്ങളൊന്ന് എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ, യേശുവേ എന്നൊന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. ഈ കുഞ്ഞിന്ന് രാവിലെ സൗഖ്യമാകാൻ പോവാ. ഇവൾ ഇന്ന് രാവിലെ വിടുവിക്കപ്പെടുന്നതോടുകൂടെ ഇവരുടെ കുടുംബത്തിനകത്ത് അത്ഭുതം സംഭവിക്കാൻ പോവാ. നിങ്ങൾ ആ കരം ഒന്നടിച്ച് അന്യഭാഷ പറഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ഉടകനക ശംബരാധന ഇവളെ സ്കൂളിലേക്ക് വിടാത്ത ദുഷ്ടവ്യാപാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ശരീരം വിട്ടു മാറട്ടെ. ഇവക്ക് ഭയങ്കര ദേഷ്യ, അസാധാരണ ദേഷ്യ. എത്ര നാളെ തുടങ്ങിയിട്ട്? 6 മാസമായി. ഏഞ്ചലെ, നീ ഇന്ന് രാവിലെ വിടുവിക്കപ്പെടും. നിന്റെ അപ്പൻ കുടി നിർത്തും നമ്മളല്ലയോ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. അച്ഛൻ ആദ്യമായിട്ട് ഇവിടെ വന്ന ഫസ്റ്റ് ടൈം ആന്ന്. കുഞ്ഞു ആദ്യമായിട്ടാ. മതി, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോ. മോളെ, നിനക്ക് ഓർമ്മ ദൈവം തരാൻ പോവാ. നിനക്ക് ഓർമ്മയില്ല. എന്നാ പഠിച്ചിട്ട് പോയാലും ഓർമ്മയില്ല. നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആ ശക്തിയെ കാണുക. എന്നോട് തമ്പുരാൻ പറയുക, നിങ്ങളൊന്ന് കാഴ്ചക്കാരല്ലാതെ എല്ലാവരും ഒന്ന് അന്യഭാഷ പറഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് അധികാരത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ശരീരത്തിൽ ആ ദുരാത്മാവ് മാറി ഇന്ന് രാവിലെ അവൾ അഭിഷേകം പ്രാപിക്കാൻ പോവാ. കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് ഇവിടെ ശരീരത്തിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഇവിടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ഇവള് വീടിനകത്ത്
ഇവിടെ ശക്തി വ്യാപരിക്കണ്ട. ഇവിടെ കുടുംബത്തിനകത്ത് കയറിക്കൂടിയ എല്ലാ ദുരാത്മ ശക്തികളും യേശുവിന്റെ ശക്തി വ്യാപരിക്ക. അഭിഷേകത്താ നിറയാ, അഭിഷേകത്താ നിറയാ. എല്ലാരും പ്രാർത്ഥിച്ചോ. നീ ഇവിടെ ശരീരത്തിലുള്ള കെട്ടലെടുത്തേ, നീ ഇവിടെ ശരീരത്തിലുള്ള കെട്ടലെടുത്തേ, ഇവിടെ പഠിക്കാൻ സമ്മതിക്കാത്തല്ല എടുത്തേ, ഇവിടെ ശരീരത്തിനെടുത്തേ. എടുത്തോ. നീ ഇവിടെ ശരീരത്തിൽ മുഴുവൻ കെട്ടുമെടുത്തോ. എന്നൊക്കെ ഇവിടെ ശരീരത്തിൽ അവകാശമുണ്ടോ അതെല്ലാം എടുത്തോണ്ട് പൊക്കോ. ഈ ഞായറാഴ്ച എല്ലാരും ഒന്ന് എടുത്തോ. എടുക്കാനുള്ളതല്ല, എടുക്കാനുള്ളതല്ല എടുത്തോ. നീ ഇവിടെ ശരീരത്തിൽ നിന്ന് എടുക്കാനുള്ളതല്ല, എടുക്കാനുള്ളതല്ല. നീ എടുത്തോണ്ട് പൊക്കോ. ഈ കുഞ്ഞിനെ ജീവിച്ചേ പറ്റുള്ളൂ. ഇവിടെ മിടുക്കിയായിട്ട് പഠിക്കാൻ പോവാ. അപ്പനും ഉണ്ടൊരു പ്രശ്നം. അപ്പനും മോനും ഉണ്ട്. അപ്പനും ഇളകി വരാനുണ്ട്. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോ. നിനക്കിവിടെ ശരീരത്തിലുള്ള എല്ലാ അവകാശവും എടുത്തോ. ഓരോ അവകാശവും വേണ്ട, എടുത്തേ. അവിടെ ശരീരത്തിൽ എടുത്ത അവകാശമല്ല, എടുത്തേ. എന്നാ വേണം പറഞ്ഞു വിടണോ? ഇത് കാണണമെങ്കിൽ ആരാ വന്ന എന്തുവാന്നൊക്കെ വേണേ കാണിക്കാം. ഇല്ലേ പറഞ്ഞു വിട്ടേക്കാം. അച്ഛാ കുടി നിർത്തുമല്ലോ. ചുമ്മാ പറയണോ? അല്ല, സ്നാനപ്പെട്ടിട്ട് കുടിക്കാൻ പാടില്ല. ഇല്ല, ഇന്ന് നിർത്തിയേക്കണം. ഇനി ഇവിടെ ജീവിക്കാൻ സമ്മതിക്കല. ഒരാത്മഹത്യയുടെ സ്പിരിറ്റ് കുഞ്ഞിന്റെ മണ്ടയ്ക്ക് കിടക്കുക. എനിക്ക് കാണാൻ പറ്റുന്ന പോലെ കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ ആരാധന ദൈവം അഴിച്ചു കളയാൻ പോവാ. വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ യേശുവിന്റെ നാമത്തിൽ ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൾ ഈ സമയം ശാന്താവട്ടെ. യേശുവിന്റെ അത്ഭുതം ഉണ്ടാവട്ടെ. യേശുവിന്റെ നാമം. ഏഞ്ചൽ എഴുന്നേറ്റോ, ഏഞ്ചൽ എഴുന്നേറ്റോ. കൈയടിച്ചു സ്തോത്രം പറഞ്ഞേ.
യേശുവേ എന്ന് വിളിച്ച് സ്വോത്രം ചെയ്തേ. ഹർമ്മമനഘടക ശബ്ദരാധന. നിങ്ങൾ പോയിരുന്നേ ചേട്ടാ, പോയിരുന്നേ. സുമ സിസ്റ്റർ കുഞ്ഞിനെ നോക്കിയോ? ബാക്കി ചേട്ടൻ പൊക്കോ, അവർ ഹാൻഡിൽ ചെയ്തോളും. പൊക്കോളൂ. നിങ്ങൾ ഇരുന്നേ പ്രിയരെ, ഇരുന്നേ. കർത്താവ് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി ചേട്ടാ പോയിരുന്നോ? ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാനുള്ള സമയം. സ്നേഹിതരെ, 2 വാക്ക് നിങ്ങളോട് ഞാൻ, ചേട്ടാ അവിടെ ഇരുന്നോ, 2 വാക്ക് നിങ്ങളോട് ഞാൻ പറയുക. ഒന്ന്, നമ്മൾ ജൂൺ മാസത്തിലുള്ള ചില മാസങ്ങളായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്തോത്ര കാഴ്ചയും ഇവിടുത്തെ ശമ്പളം കൊടുക്കാനോ ഇവിടുത്തെ വാടക കൊടുക്കാനോ ഇതെല്ലാം പെൻഡിങ് ആണ്. ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ സ്നേഹത്തണലിൻ്റെ പണിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ എടുക്കുന്ന കാര്യങ്ങളെല്ലാം. ഇന്നത്തെ സ്തോത്ര കാഴ്ചയും നമ്മൾ എടുക്കുന്ന സ്നേഹത്തണലിന് വേണ്ടിയാണ്. ഇന്ന് രാവിലത്തെ സ്തോത്ര കാഴ്ചയും നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതിൽ ജൂൺ മാസം വരെ ദൈവം നമ്മെ ഒത്തിരി അത്ഭുതത്തോടെ നടത്തി. നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ലത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ എടുക്കണം. നിങ്ങൾ ആ സ്തോത്ര വഴിപാടുകൾ അക്കാര്യങ്ങളിലൊന്നും എടുത്തു വെച്ചേ. വോളണ്ടിയേഴ്സ് ദയവായിട്ട് ഓഫറിംഗ് ബോക്സുമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. വളരെ വേഗത്തിൽ വോളണ്ടിയേഴ്സ് ദയവായിട്ട് ഓഫറിംഗ് ബോക്സുമായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. അച്ഛാ പെന്തിക്കോസുകാരനാണോ? സ്നാനപ്പെട്ടാണോ? പക്ഷെ വെള്ളം അടിക്കുമോ? വെള്ളം അടിക്കും. ഏത് പെന്തിക്കോസ് പള്ളി പോന്ന ഒരു ആത്മഹത്യയുടെ സ്പിരിറ്റ് കുഞ്ഞിന് മടങ്ങി കിടക്കുക. എനിക്ക് കാണാൻ പറ്റുന്ന പോലെ കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ ആരാധന ദൈവം അഴിച്ചു കളയാൻ പോവാ.